السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരങ്ങളെ, മുഹറം 10 കഴിഞ്ഞ ദിവസം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മൾ ഓരോരുത്തരും നോമ്പനുഷ്ഠിക്കുകയുണ്ടായി. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മുഹറം 10 എന്നത്, ആശൂറയിൻ്റെ ദിവസം എന്നത് ചരിത്രത്തിൽ ഏറെ സ്ഥാനം നേടിയ ഒരു ദിവസമാണ്. രണ്ട് സുപ്രധാനമായ ചരിത്ര സംഭവങ്ങളാണ് ഈ അവസരത്തിൽ ആശൂറയുമായി അഥവാ മുഹറം 10 ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിലൊന്നാമത്തേത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറയിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് അറിയിച്ചു തന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം തന്നെയാണ്. അവിടുന്ന് മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ എന്തിനാണ് മുഹറം 10 അന്ന് യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇത് നല്ല ഒരു ദിവസമാണ്. എന്താണ് ആ നല്ല ദിവസമായി തീരാൻ കാരണമായി അവർ പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ഫിറഔനിൽ നിന്നും അവൻ്റെ ആളുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണത്. എന്നിട്ട് ഫിറഔനിനെ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണത്. ആ ദിവസം അള്ളാഹുവിന് നന്ദി സൂചകമായി മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പനുഷ്ഠിക്കുകയുണ്ടായി. അതുകൊണ്ട് ബനൂ ഇസ്രായേല്യരായ ആ തൗറാത്തിൻ്റെ മൂസാ നബിയുടെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന യഹൂദികൾ ആ ദിവസം നോമ്പെടുത്ത് അങ്ങനെ തുടർന്നു പോന്നു. ഇത് കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂസയോട്, നിങ്ങളെക്കാൾ എനിക്കാണ് കൂടുതൽ അടുപ്പമുള്ളതും കടപ്പാടുള്ളതും. അങ്ങനെ അവിടുന്ന് നോമ്പെടുക്കുകയും പിന്നീട് സ്വഹാബത്തിനോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വളരെ മഹത്തരമായ അത്ഭുതകരമായ ചരിത്ര സംഭവമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ഖസസ് എന്ന സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതായി കാണാം, നത്ലു അലൈക മിൻ നബഇ മൂസ വ ഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ. നബിയെ, താങ്കൾക്ക് നാം മൂസയുടെയും ഫിർഔനിൻ്റെയും വൃത്താന്തം, ചരിത്രം ഇതാ ഓതിത്തരികയാണ്, അറിയിച്ചു നൽകുകയാണ്. ബിൽ ഹഖ്, സത്യപ്രകാരം, ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ഇന്ന ഫിർഔന അലാ ഫിൽ അർദി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. തീർച്ചയായും ഫിർഔൻ ഭൂമിയിൽ ഔന്നിത്യം നടിച്ചു. വലിയ ധിക്കാരിയായിരുന്നു, അഹങ്കാരിയായിരുന്നു അവൻ. ആ സമൂഹത്തെ, ബനൂ ഇസ്രായേല്യരെ അവൻ ഭിന്നിപ്പിക്കുകയുണ്ടായി. ഒരു വിഭാഗത്തെ അവൻ ദുർബലരായി കാണുകയും എന്നിട്ട് അവരിലെ ആൺമക്കളെ അറുങ്കുല ചെയ്യുകയും കൊന്നൊടുക്കുകയും അവരിലെ സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും അവൻ കുഴപ്പക്കാരിൽപ്പെട്ട, നാശകാരികളിൽപ്പെട്ട ഒരുവനാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ
ചരിത്രം അതാരംഭിക്കുന്നത് നമുക്ക് കാണാം. ഫിറഔൻ അവനൊരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിക്കൊണ്ട് അവൻ്റെ അടുക്കലുള്ള ജ്യോത്സ്യന്മാർ, അവൻ്റെ ആളുകൾ അതിന് അവനോട് പറഞ്ഞു കൊടുത്തു, ബനൂ ഇസ്രായേല്യരിൽ ഒരാൺകുട്ടി ജനിക്കാനുണ്ട്. ആ ആൺകുട്ടിയുടെ പ്രത്യേകത, അവൻ മിസ്റിൻ്റെ ഈ ഭരണം, നിങ്ങളുടെ കയ്യിലുള്ള ഈ ആധിപത്യം, അത് നിങ്ങളിൽ നിന്നും തുടച്ചു നീക്കും. നിങ്ങളുടെ ഭരണം നിങ്ങളുടെ കയ്യിൽ നിന്നും ഇല്ലാതെയാകും. നിങ്ങളുടെ നാശത്തിനു വേണ്ടിയാണ് ഒരുവൻ ബനൂ ഇസ്രായേലിൽ ജനിക്കാനിരിക്കുന്നത്. അതിനുശേഷമാണ് ഫിറഔൻ ബനൂ ഇസ്രായേലിൽ ജനിക്കുന്ന ആൺമക്കളെ കൊന്നൊടുക്കാൻ തുടങ്ങിയത്. ക്രൂരമായി ജനിച്ച ഉടനെ ആൺകുട്ടിയാണ് എന്ന് കണ്ടാൽ കൊന്നുകളയും, ജീവിക്കാൻ അനുവദിക്കുകയില്ല. അതോടൊപ്പം അള്ളാഹു പറഞ്ഞതുപോലെ അവരിലെ സ്ത്രീകളെ അവൻ അപമാനിക്കും എന്ന് പറഞ്ഞാൽ അവരെ ഖാദിമകളായി, വേലക്കാരികളായി, ജോലിക്കാരികളായി അവരെ കൊണ്ട് ധാരാളമായി ജോലികൾ ചെയ്യിപ്പിച്ച് അങ്ങനെ തീർത്തും അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയായിരുന്നു അവൻ്റെ കീഴിൽ ബനൂ ഇസ്രായേല്യർ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് ഈ ധിക്കാരിയായ ഫിറഔൻ അവൻ്റെ തീരുമാനം പോലെയല്ല. സൃഷ്ടികളിൽ ആര് തീരുമാനിച്ചാലും സൃഷ്ടാവായ അള്ളാഹു തീരുമാനിച്ചതല്ലാതെ സംഭവിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു അവൻ്റെ നാശത്തിനായി അങ്ങനെ ഒരു കുട്ടി ജനിക്കണമെന്ന്. ചരിത്രത്തിൽ കാണാം, പിന്നീട് എല്ലാ കുട്ടികളെയും കൊന്നൊടുക്കുന്നതിന് പകരം ഒരു വർഷം വെറുതെ വിടുകയും പിറ്റേത്തെ വർഷം കൊന്നൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു രീതി അവൻ സ്വീകരിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരൻ, അവിടെ ബാക്കിയായത് എന്നാണ്. അദ്ദേഹം ജനിച്ചത് കൊല്ലാതെ വിടുന്ന ആ വർഷത്തിലായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് അവൻ ആൺകുട്ടികളെ കൊന്നൊടുക്കുന്ന അതിന് തീരുമാനിച്ച ആ വർഷത്തിലായിരുന്നു എന്നും നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജീവിക്കാൻ തീരുമാനിക്കുകയും, എത്രത്തോളം എന്നാൽ ഫിറഔനിൻ്റെ കൊട്ടാരത്തിൽ തന്നെ അദ്ദേഹത്തെ വളർത്താൻ അള്ളാഹു തീരുമാനിക്കുകയുണ്ടായി. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുദ്റത്ത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ, ഈ ഫിറഔൻ എന്ന അതിക്രൂരനായ ഭരണാധികാരി ഇങ്ങനെ ഒരു കുട്ടി ജീവിക്കരുത് എന്ന് കരുതി അവൻ മുൻകരുതലുകൾ എടുത്തിരുന്നു. അതുപോലെ ആയിരക്കണക്കിന് ആൺകുട്ടികളെ അവൻ കൊന്നൊടുക്കിയിരുന്നു. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് അവൻ്റെ വീടിനകത്ത്, അവൻ്റെ വീടിൻ്റെ ഉള്ളിലെ മുറിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരണം എന്നായിരുന്നു. ഫിറഔനിൻ്റെ വിരിപ്പിൽ, അവൻ്റെ വീട്ടിൽ, അവൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൻ പടിപടിയായി തർബീയത്ത് ചെയ്ത് വളർത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയെടുത്തു എന്നാണ്. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ ആ കുട്ടിയെ നോക്കിയിട്ട് വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുകയാണ്. തഫ്സീറുകളിൽ കാണാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തെ ആര് കണ്ടാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തോടുള്ള സ്നേഹം ആളുകളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആര് കണ്ടാലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ട് ഉമ്മാക്ക് വല്ലാത്ത സന്തോഷവും അതോടൊപ്പം സങ്കടവും ഉണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു ഉമ്മയുടെ മനസ്സിലേക്ക് ഇൽഹാം നൽകുകയുണ്ടായി. അവരോട് അള്ളാഹു കൽപ്പിച്ചു, വലാ തഖാഫി വലാ തഹ്സനി, നീ ഭയപ്പെടേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല. ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി ആ നദിയിൽ കൊണ്ട് ഇളക്കുക, ആ നദിയിൽ കൊണ്ടുവിടുക. ഇന്ന റാദൂഹു ഇലൈക്കി വജാഇലൂഹു മിനൽ മുർസലീൻ, അള്ളാഹു പറഞ്ഞു, നിന്റെ അടുക്കലേക്ക് അവനെ നാം തിരിച്ചു മടക്കും. മാത്രമല്ല മുർസലീങ്ങളിൽ, റസൂലുമാരിൽ അദ്ദേഹത്തെ നാം ഉൾപ്പെടുത്തുകയും ചെയ്യും, അദ്ദേഹത്തെ റസൂലായി നാം നിയോഗിക്കും എന്നും പറയുകയുണ്ടായി. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ അദ്ദേഹത്തെ ഒരു പെട്ടിയിലാക്കി ആ നദിയിൽ ഒഴുക്കി വിടുകയാണ്. ആ പെട്ടി ഒഴുകുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം. എന്നാൽ ആ പെട്ടി കണ്ടെടുക്കുന്നത് ഏതൊരുവനാണോ ഈ കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചത് അവൻ തന്നെ, അവൻ്റെ കുടുംബം തന്നെയാണ് ആ കുട്ടിയെ ആ നദിയിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നത്. അവരുടെ കൈകളിലാണ് വന്നു കിട്ടുന്നത്. അങ്ങനെ അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ ഫിർഔനിൻ്റെ ഭാര്യ, അവർക്ക് വല്ലാത്ത പ്രിയം തോന്നി, ഇഷ്ടം തോന്നി. അതിനെ കണ്ടപ്പോൾ അതിനെ കൊല്ലാൻ തോന്നിയില്ല, അല്ലെങ്കിൽ കൊല്ലാൻ കൊടുക്കാൻ തോന്നിയില്ല. മാത്രമല്ല എവിടുന്ന് ഒഴുകി വന്ന ഒരു കുഞ്ഞ് എന്നായിരുന്നു ധരിച്ചിരുന്നത്. അങ്ങനെ ഫിർഔനിന് തൃപ്തികരമല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ അവരുടെ താല്പര്യപ്രകാരം എടുത്തു വളർത്താൻ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പിഞ്ചോമന, ആ പിഞ്ചു കുഞ്ഞിന് പാല് കൊടുക്കണം. ആ കൊട്ടാരത്തിലുള്ള ആളുകൾ, അവിടെയുള്ള സ്ത്രീകൾ അവർ പരിശ്രമിച്ചു. പക്ഷേ ആ കുഞ്ഞ് ഒരാളുടെയും പാല് സ്വീകരിക്കുന്നില്ല. അങ്ങനെ അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഉമ്മയോട് പറഞ്ഞതുപോലെ ഉമ്മയുടെ കൈകളിലേക്ക് തന്നെ തിരിച്ച് അള്ളാഹു കൊടുക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, അദ്ദേഹത്തെ നാം അദ്ദേഹത്തിൻ്റെ മാതാവിലേക്ക്, ഉമ്മയിലേക്ക് തിരിച്ചു മടക്കുകയുണ്ടായി. കൈ ചഖറ ഐനുഹ, അവരുടെ കണ്ണിന് കുളിർമ ലഭിക്കാൻ. സങ്കടത്തിലായിരുന്നു അവർ, പ്രയാസത്തിലായിരുന്നു, ദുഃഖത്തിലായിരുന്നു. അത് നീങ്ങി അവർക്ക് കൺകുളിർമ ലഭിക്കുവാൻ വേണ്ടി അവരിലേക്ക് തന്നെ മകനെ തിരിച്ചു നൽകുകയാണ്. വലാ തഹ്സൻ, അവർ ദുഃഖിക്കാതിരിക്കാൻ. വലിതഅലം, അതോടൊപ്പം അവർ അറിയാൻ, മനസ്സിലാക്കാൻ, അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. അള്ളാഹു ഒരിക്കലും അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല എന്നത് അവരെ അറിയിക്കുവാൻ വേണ്ടി കൂടിയാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, എന്നാൽ അവരിൽ അധികം ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല. സഹോദരങ്ങളെ, നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം, ഒരു വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു പൂർത്തീകരിക്കും എന്നതിനുള്ള തെളിവാണ് ഈ ചരിത്ര സംഭവം. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല വെള്ളത്തിൽ ഒഴുക്കിവിടാനാണ് ഉമ്മയോട് കൽപ്പിച്ചത്. അള്ളാഹുവിൻ്റെ കൽപ്പന അവർ ശിരസാ വഹിച്ചപ്പോൾ ആ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അള്ളാഹു അവർക്ക് തന്നെ തിരിച്ചു നൽകുകയുണ്ടായി. നമുക്ക് വലിയ പാഠമുണ്ട്. ചരിത്രമെന്നത് അള്ളാഹു റബ്ബുൽ ആലമീൻ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചത് കേവലം ഒരു കഥ കേൾക്കുക എന്നതല്ല. അതിനപ്പുറത്തേക്ക് അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഈ ചരിത്രത്തിലും ഒരുപാട് ഗുണപാഠങ്ങൾ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ലഭിക്കും. അതിൽപ്പെട്ട ഒരു ഗുണപാഠമാണ് തുടക്കത്തിൽ തന്നെ എന്നോടെന്നതുപോലെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവിനു വേണ്ടി നമ്മൾ വല്ലതും ത്യജിച്ചാൽ, അള്ളാഹുവിനു വേണ്ടി വല്ലതും ഒഴിവാക്കിയാൽ, പ്രിയമുള്ളവരെ,
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മെ പാഴാക്കി കളയുകയില്ല. നമ്മുടെ പ്രവർത്തനം അള്ളാഹു ഒരിക്കലും വെറുതെ ആക്കി കളയുകയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പകരം നൽകും. ഒന്നല്ലെങ്കിൽ അതുപോലെ ഉള്ളത്, അതല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത്. അള്ളാഹു ഒരിക്കലും അവന് വേണ്ടി ചെയ്തത് പാഴാക്കി കളയുകയില്ല എന്നതാണ് ഈ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഗുണപാഠമായി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കൈകളിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുകയാണ്. അവർ പാല് കൊടുത്തപ്പോൾ, മുലയൂട്ടിയപ്പോൾ ആ കുട്ടി അത് സ്വീകരിച്ചു. അങ്ങനെ ഫിറഔനിൻ്റെ കൊട്ടാരത്തിലതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരുകയാണ്. ഫിറഔനിന് അറിയുകയില്ല തൻ്റെ ഘാതകനായ, അതല്ലെങ്കിൽ താൻ നശിക്കാൻ കാരണക്കാരനാകുന്ന അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, ബനൂ ഇസ്രായേലിലേക്ക് അള്ളാഹു അയച്ച ഒരു പ്രവാചകനാണ് ഈ വളർന്നു വരുന്നത്. ഏതൊരുവനെയാണോ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയത്, അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ആൺമക്കളെ കൊന്നൊടുക്കിയത്, ആ കുഞ്ഞാണ് തൻ്റെ മുന്നിൽ വളരുന്നത് എന്നവൻ അറിയുന്നില്ല. അങ്ങനെ അദ്ദേഹം വളർന്ന് അദ്ദേഹത്തിന് കാര്യബോധം എത്തിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ വിജ്ഞാനം പഠിപ്പിച്ചു, നിയമങ്ങൾ പഠിപ്പിച്ചു, ഒരുപാട് അറിവുകൾ അള്ളാഹു അദ്ദേഹത്തിന് പഠിപ്പിച്ചു നൽകി. അങ്ങനെ ഇരിക്കെ സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു സംഭവം ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരുന്നു. വദഖലൽ മദീനത അലാ ഹീനി ഗഫ്ലത്തിൻ മിൻ അഹ്ലിഹ. ജനങ്ങളെല്ലാം പല രൂപത്തിൽ തിരക്കിലായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പട്ടണത്തിലേക്ക് കയറി വരികയാണ്, പ്രവേശിക്കുകയാണ്. ഫവജദ ഫീഹാ റജുലൈനി യഖ്തതിലാനി ഹാദാ മിൻ ശിയഅതിഹി വഹാദാ മിൻ അദുവി. അപ്പോഴതാ രണ്ടുപേർ അവർ തർക്കിക്കുകയാണ്, പോരടിക്കുകയാണ്, അടികൂടുകയാണ്, ചണ്ട കൂടുകയാണ്. ഒരാൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂട്ടത്തിലുള്ള ആളാണ്, ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളാണ്. മറ്റേയാൾ ഖിബ്തിയാണ്, അഥവാ ഫിറഔനിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആൾ സഹായമർത്ഥിച്ചു. ഫസ്തഗാസഹു അല്ലദീ മിൻ ശിയഅതിഹി അലല്ലദീ മിൻ അദുവിഹി. ശത്രുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തോട് ഈ വ്യക്തി സഹായം തേടി എന്നെ രക്ഷിക്കണമെന്ന് പറയുകയുണ്ടായി. ഫവകസഹു മൂസ ഫഖദാ അലൈഹി. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഖിബ്തിയായ മനുഷ്യനെ പിടിക്കുകയും ഒരു ഇടി വെച്ചു കൊടുക്കുകയും ചെയ്തു. ഫഖദാ അലൈഹി, അയാളുടെ കാര്യത്തിൽ തീരുമാനമായി, അഥവാ അയാൾ മരിച്ചുപോയി. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാദാ മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. ഇന്നഹു അദുവ്വും മുദില്ലും മുബീൻ, തീർച്ചയായും അവൻ വഴികേടിലാക്കുന്ന, വ്യക്തമായ വഴികേടിലാക്കുന്ന പ്രത്യക്ഷ ശത്രുവാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ സഹോദരങ്ങളെ, ഈ വിവരം നാട്ടിൽ പരക്കുകയും ഫിറഔനിൻ്റെ കൂടെയുള്ളവരും ഫിറഔനും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലും, അതല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രതിക്രിയ ചെയ്യണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. ഫിറഔനും കൂട്ടരും അവർ പരസ്പരം ചർച്ച ചെയ്യുകയുണ്ടായി, ഇവരെന്ത് ചെയ്യണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലുമെന്നായപ്പോൾ, അദ്ദേഹത്തിന് ഉപദ്രവിക്കുമെന്നായപ്പോൾ അദ്ദേഹം ആ നാട് വിട്ട് പോവുകയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ഖായിഫൻ യതറഖബ്, അദ്ദേഹം പേടിച്ച് എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ നിൽക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ആ നാട് വിട്ട് മദിയനിലേക്ക് യാത്ര പുറപ്പെട്ടു. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമി ദ്ദാലിമീൻ, അതിക്രമകാരികളായ ഈ ആളുകളിൽ നിന്ന് അള്ളാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തണേ. അങ്ങനെ അദ്ദേഹം മദിയനിലെത്തി. മദിയനിൽ ആ നാട്ടിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ
അദ്ദേഹം കുറച്ചാളുകളെ കാണുകയാണ്. അവർ ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് കുറേ ആളുകൾ വെള്ളമെടുക്കുന്നു. ആട്ടിടയന്മാർ, ആ നാട്ടുകാർ. അതിനിടയിൽ അദ്ദേഹം ശ്രദ്ധിച്ചു, വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാനി, രണ്ടു സ്ത്രീകൾ അവർ മാറി നിൽക്കുകയാണ്, ആ കൂട്ടത്തിൽ കൂടിക്കലരാതെ വിട്ടു നിൽക്കുകയാണ്. ഖാല, അദ്ദേഹം ഈ രണ്ട് സ്ത്രീകളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, മാ ഖതുബുകുമ, എന്താണ് നിങ്ങളുടെ കാര്യം, എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്? എല്ലാവരും വെള്ളെടുക്കുന്നു, നിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഖാലത, ആ രണ്ടു സ്ത്രീകളും പറഞ്ഞു, ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആഉ വ അബൂന ശൈഖുൻ കബീർ, ഈ ആട്ടിടയന്മാർ അവർ വെള്ളമെടുത്ത് പിരിഞ്ഞു പോയതിന് ശേഷമല്ലാതെ ഞങ്ങൾ വെള്ളമെടുക്കുകയില്ല, നമ്മുടെ പിതാവ് പ്രായം ചെന്ന ഒരാളാണ് എന്ന് അദ്ദേഹത്തോട് അവർ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഇവിടെ വലിയൊരു ഗുണപാഠമുണ്ട്. ആ രണ്ട് സ്ത്രീകൾ സ്വാലിഹായ ഒരു മനുഷ്യൻ്റെ പെൺമക്കളാണ്. ആ ആളുകൾ കൂടിക്കലർന്നുകൊണ്ട് അവിടെ നിന്ന് വെള്ളമെടുക്കുമ്പോൾ ഈ രണ്ട് സ്ത്രീകളും അവരോടൊപ്പം കൂടിക്കലരാതെ അവരുടെ ആ കാര്യം കഴിഞ്ഞിട്ട് പോയിട്ടെടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. നോക്കൂ, പഴയ കാലത്തെ സ്വാലിഹീങ്ങളായ ആളുകളുടെ രീതിയാണിത്. സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരാതിരിക്കുക എന്നത്, അന്യരായ ആളുകൾ കൂടിക്കലരാതിരിക്കുക എന്നത് പുതുതായി ഇപ്പോൾ ഉണ്ടായ ഒരു നിയമമല്ല, പഴയ കാലത്തെ ഉള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്കത് വായിക്കാം. അങ്ങനെ ഫസഖാലഹുമ, അദ്ദേഹം വേഗം പോയി അവർക്ക് വെള്ളമെടുത്തു കൊടുത്തു. സുമ്മ തവല്ല ഇല ദില്ലി, എന്നിട്ട് അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ വന്ന് വിശ്രമിക്കുകയുണ്ടായി. ഫഖാല, ആ സന്ദർഭത്തിൽ അദ്ദേഹം ദുആ ചെയ്യുകയും ചെയ്തു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ, എൻ്റെ റബ്ബേ, ഈ സന്ദർഭത്തിൽ നീ എനിക്ക് എന്തൊന്ന് ഇറക്കി നൽകുന്നുവോ, ഏതൊരു നന്മ നീ എനിക്ക് ഇറക്കി നൽകുന്നുവോ, ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ് റബ്ബേ എന്ന് പറഞ്ഞ് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അതാ അള്ളാഹു പറയുകയാണ്, ഫജാഅത്ഹു യഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാഇൻ, നേരത്തെ വെള്ളമെടുത്തു കൊടുത്ത രണ്ട് സ്ത്രീകളിൽ ഒരുവൾ ലജ്ജയോടുകൂടി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ഈ കാര്യത്തിലും ഗുണപാഠമുണ്ട്. ഒരു സ്ത്രീക്ക്, പതിവ്രതയായ ഒരു സ്ത്രീക്കുണ്ടായിരിക്കേണ്ട മര്യാദയാണിത്. അന്യനായ ഒരാളുടെ അരികിലേക്ക് കടന്നു ചെന്നപ്പോൾ ലജ്ജയോടെ, വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവർ കടന്നു വന്നത്. അല്ലാഹു അത് വ്യക്തമായി പറയുകയാണ്, ആ സ്ത്രീ വന്നത് അലസ്തിഹ്യ, ലജ്ജിച്ചുകൊണ്ട്, നാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പാലിക്കേണ്ടതായ അദബോടെ, മര്യാദയോടുകൂടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന അബി യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളമെടുത്തു തന്നതിന് നമ്മുടെ വാപ്പ നിങ്ങളെ വിളിക്കുകയാണ്, അതിന് പ്രതിഫലം നൽകുവാൻ വേണ്ടി. ഫലമ്മ ജാഅഹു, അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നു. വഖസ്സ അലൈഹിൽ ഖസസ, സംഭവിച്ച സംഭവങ്ങളെല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞു കൊടുത്തു, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഇങ്ങനെയാണ് സംഭവം, അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ തഖഫ്, മൂസ, താങ്കൾ പേടിക്കേണ്ടതില്ല. നജൗത മിനൽ ഖൗമി ളാലിമീൻ, അതിക്രമകാരികളായ ആളുകളിൽ നിന്നും താങ്കൾ രക്ഷപ്പെട്ടിരിക്കുന്നു, നീ പേടിക്കേണ്ടതില്ല. ആ സന്ദർഭത്തിൽ രണ്ട് പെൺമക്കളിൽ ഒരാൾ പിതാവിനോട് പറയുകയാണ്, ഖാലത്ത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിറുഹു, അല്ലാഹു പറയുകയാണ്, അവരിൽ ഒരാൾ, ആ പെൺമക്കളിൽ ഒരാൾ വാപ്പയോട് പറഞ്ഞു, വാപ്പ, ആ ആളെ അഥവാ മൂസയെ താങ്കൾ ഇവിടെ ജോലിക്ക് നിർത്തുക. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ,
വിശ്വസ്തനും ശക്തനുമായ ഒരാളെ ജോലിക്ക് നിർത്തുക എന്നുള്ളത് ഉത്തമമായ നല്ല ഒരു കാര്യമാണ്. അങ്ങനെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിവാഹമെന്ന കുടുംബ ജീവിതമെന്ന ഒരു കാര്യം നൽകുകയാണ് അതിലൂടെ. ഈ പ്രായം ചെന്ന 2 പെൺമക്കളുടെ പിതാവ് അദ്ദേഹം പറഞ്ഞു, എൻ്റെ 2 പെൺമക്കളിൽ ഒരാളെ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. അതിന് പകരമായി 8 വർഷം അതല്ലെങ്കിൽ 10 വർഷം താങ്കൾ ഇവിടെ ജോലിയുമായി കഴിഞ്ഞുകൂടണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 10 വർഷം പൂർത്തീകരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. 8 വർഷം മതി, പറ്റുകയാണെങ്കിൽ 10 വർഷം പൂർത്തീകരിച്ചാൽ നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പരിപൂർണമായി 10 വർഷം തന്നെ പൂർത്തീകരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് എന്ന് നമുക്ക് കാണാം. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിനെ അതിക്രമകാരികളായ ആളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും എന്നിട്ട് അദ്ദേഹത്തിന് കുടുംബത്തെ നൽകുകയും ചെയ്തു. അദ്ദേഹം വിവാഹിതനായി. അങ്ങനെ വിവാഹിതനായി കുടുംബജീവിതം നയിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ റസൂലായി തിരഞ്ഞെടുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരാളെ നബിയായി റസൂലായി തിരഞ്ഞെടുക്കുക എന്നത് അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് നൽകുന്ന വലിയ ആദരവാണ്. കാരണം സൃഷ്ടികളിൽ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ. അള്ളാഹുവിൻ്റെ റസൂലായി നബിയായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു. ഖാല, അള്ളാഹു പറഞ്ഞു, യാ മൂസ, അല്ലയോ മൂസ, ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി, തീർച്ചയായും ഞാനിതാ താങ്കളെ ജനങ്ങളുടെ മേൽ റിസാലത്തുമായി, എൻ്റെ വാക്കുമായി അഥവാ എൻ്റെ വഹയുമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഫഖുദ് മാ ആതൈതുക വകും മിനശ് ശാകിരീൻ, അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് നൽകുന്നത് താങ്കൾ സ്വീകരിക്കുക, എന്നിട്ട് നന്ദിയുള്ള ആളുകളിൽ താങ്കൾ ഉൾപ്പെടുകയും ചെയ്യുക. അങ്ങനെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ റസൂലാക്കി. നോക്കണം ചരിത്രം. അദ്ദേഹം കൊല്ലപ്പെടാൻ തീരുമാനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ അള്ളാഹു തീരുമാനിച്ച് അദ്ദേഹം ജീവിക്കാനാണ്. എന്നിട്ട് അദ്ദേഹം വളർന്നത് ശത്രുവിൻ്റെ കൊട്ടാരത്തിലാണ്. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കുടുംബത്തെ നൽകി, വിവാഹം ചെയ്തു കൊടുത്തു. അള്ളാഹു അതാ വീണ്ടും അദ്ദേഹത്തിനുമേൽ അനുഗ്രഹം ചൊരിയുന്നു, അദ്ദേഹത്തെ റസൂലാക്കി, നബിയാക്കി. അങ്ങനെ അതാ ബനൂ ഇസ്രായേലിലേക്ക് റസൂലായി, നബിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അയക്കുകയാണ്. ആ ആളുകളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് റസൂലാണ്, നബിയാണ് എന്ന് ഉറപ്പ് ലഭിക്കുവാൻ വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന് മുഅ്ജിസത്ത് നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉസ്ലുക് യദക ഫീ ജൈബിക തഖ്റുജ് ബൈളാഅ മിൻ ഗൈരി സൂഇൻ വദ്മും ഇലൈക ജനാഹക മിനർ റഹബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ കക്ഷത്തിലേക്ക് താങ്കൾ താങ്കളുടെ കൈ പ്രവേശിപ്പിക്കുക. അപ്പോൾ ഒരു പ്രകാശം, വെളുത്ത ഒരു പ്രകാശം കാണുകയുണ്ടായി. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വടി, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി, അത് നിലത്തിട്ടാൽ പാമ്പാകുന്ന അത്ഭുത സംഭവം, മുഅ്ജിസത്ത് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഫിർഔനിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ റസൂലായി, നബിയായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം അതാ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, ഖാല റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. വഹയുമായി, റിസാലത്തുമായി അദ്ദേഹത്തോട് അള്ളാഹു
ഫിറഔനിൻ്റെയും കൂട്ടാളികളുടെയും അടുക്കലേക്ക് ചെല്ലാനാണ് കൽപ്പിച്ചത്. എവിടേക്കാണ് പോകേണ്ടത്? കൊല്ലാൻ നിൽക്കുന്ന, അതല്ലെങ്കിൽ പ്രതിക്രിയക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന, ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു നാട്ടിലേക്കാണ് അദ്ദേഹം പോകേണ്ടത്. ഫിറഔനിൻ്റെ അരികിലേക്കാണ് ചെല്ലേണ്ടത്. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയുണ്ടായി, ഖാല റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സൻ, അല്ലാഹുവേ, ഖിബ്തികളിൽപ്പെട്ട ഒരാളെ ഞാൻ അബദ്ധത്തിൽ കൊന്നുപോയിട്ടുണ്ട്. ഫഅഖാഫു അൻ യഖ്തുലൂനി, അതുകൊണ്ട് തന്നെ എന്നെ അവർ കൊന്നുകളയും എന്ന് ഞാൻ ഭയപ്പെടുകയാണ് റബ്ബേ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പറയുകയുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നു, വഅഖി ഹാറൂനു ഹുവ അഫ്സഹു മിന്നി ലിസാനൻ ഫഅർസിൽഹു മഅയ റിദ്അൻ യുസദ്ദിഖുനി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. അള്ളാഹുവേ, എൻ്റെ കൂടെ എൻ്റെ സഹോദരനായ ഹാറൂനെ കൂടി നീ റസൂലായി, നബിയായി നിയോഗിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സംസാരിക്കുമ്പോൾ ഒരു പ്രയാസമുണ്ടായിരുന്നു. നാവിന് ചെറിയ പ്രശ്നമുണ്ട്. സംസാരം വ്യക്തമാകാത്ത രൂപത്തിൽ ഒരു പ്രയാസം, ഒരു തടസ്സമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ സഹോദരൻ ഹാറൂനിനെ കൂടി അല്ലാഹുവേ നീ എൻ്റെ കൂടെ അയക്കണം. ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി ലിസാനൻ. ഹാറൂനെ സംബന്ധിച്ചിടത്തോളം അലൈഹിസ്സലാം അദ്ദേഹത്തിന് നല്ല വാക്ചാതുര്യമുണ്ട്, വാക്സാമർത്ഥ്യമുണ്ട്, നല്ല സംസാര വൈഭവമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് എന്നെ സത്യപ്പെടുത്താനും ഞാൻ കളവാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടും റബ്ബേ, എൻ്റെ സഹോദരനെ കൂടി എൻ്റെ കൂടെ അയക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല സനശുദ്ദു അദുദക ബിഅഖീക വനജ്അലു ലകുമാ സുൽത്താനൻ ഫലാ യസിലൂന ഇലൈകുമാ ബിആയാതിന അൻതുമാ വമൻ ഇത്തബഅകുമൽ ഗാലിബൂൻ. ഓ മൂസ, താങ്കളുടെ സഹോദരനെ കൊണ്ട് താങ്കൾക്ക് നാം ഇതാ ശക്തി പകരുകയാണ്. നിങ്ങൾക്ക് നാം തെളിവുകൾ നൽകി, നമ്മുടെ ആയത്തുകൾ നൽകി, അവരെ, താങ്കളെയും താങ്കളുടെ കൂടെയുള്ളവരെയും വിജയികളാക്കി തീർക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ നിശ്ചയിക്കുകയാണ് എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂടി റസൂലായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ പറഞ്ഞയക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വീണ്ടും സഹായിക്കുകയാണ്. അങ്ങനെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് കൽപ്പിക്കുന്നു, ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി വലാ തനിയ ഫീ ദിക്രി. ഓ മൂസ, താങ്കളും താങ്കളുടെ സഹോദരനും നമ്മുടെ ആയത്തുമായി ചെല്ലുക. ഇദ്ഹബ, നിങ്ങൾ രണ്ടുപേരും പോവുക, ഇലാ ഫിർഔന ഇന്നഹു തഗ, ഫിർഔനിൻ്റെ അരികിലേക്ക് പോവുക. തീർച്ചയായും അവൻ അതിക്രമകാരിയാണ്, പരിധി വിട്ട, അതിർ ലംഘിക്കുന്ന ഒരുവനാണ്. എന്താണ് അല്ലാഹു അങ്ങനെ പറയാനുള്ള കാരണം? അവൻ്റെ വാക്ക് അന റബ്ബുകുമുൽ അഅ്ല എന്നായിരുന്നു. ഞാനാകുന്നു അത്യുന്നതനായ റബ്ബ് എന്നായിരുന്നു അവൻ്റെ വാക്ക്. അങ്ങനെ തീർത്തും താഗൂത്തായിട്ടുള്ള, അതിക്രമകാരിയായിട്ടുള്ള, ക്രൂരനായിട്ടുള്ള ഫിർഔനിലേക്ക് കടന്നു ചെല്ലാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. നിങ്ങൾ രണ്ടുപേരും ഫിർഔനിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവനോട് സൗമ്യമായി സംസാരിക്കുക. ഒരു വേള അവൻ ചിന്തിക്കാനും ഭയപ്പെടാനും അത് കാരണമായേക്കാം. സഹോദരങ്ങളെ, ഇവിടെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങുന്ന അള്ളാഹുവിൻ്റെ രണ്ട് റസൂലുമാർക്ക് നൽകിയ ഉപദേശമാണ്. പോകുന്നത് ക്രൂരനായ ധിക്കാരിയായ ഒരുവൻ്റെ അരികിലേക്കാണ്. അപ്പോഴും
അള്ളാഹു അവനോട് സംസാരിക്കേണ്ട രീതിയെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? മാന്യമായി സംസാരിക്കണം, സൗമ്യമായി സംസാരിക്കണം. ഒരു വേള അവൻ ചിന്തിച്ചേക്കാം, അവൻ ഭയപ്പെട്ടു മടങ്ങിയേക്കാം. ഇത് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കുമുള്ള ഗുണപാഠമാണ്. എത്ര ക്രൂരനാവട്ടെ, എത്ര ധിക്കാരിയാവട്ടെ, അവൻ ഒരിക്കലും നന്നാവുകയില്ല എന്ന് അള്ളാഹുവിനറിയാം. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഫിറഔനിലേക്ക് അയച്ചപ്പോൾ നബിമാരോട് പറഞ്ഞത് സൗമ്യമായി സംസാരിക്കണമെന്നാണ്. അവൻ ചിന്തിക്കാനും ഭയപ്പെടാനും ഒക്കെ അത് കാരണമായേക്കാം എന്നാണ് അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുത്തത്. നമുക്കും വലിയ ഗുണപാഠമുണ്ട്. നമ്മൾ ദഅവത്തുമായി, ഉപദേശവുമായി ആളുകളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് എന്നത് ഈ രൂപത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അവർ വലിയ ധിക്കാരികളാണല്ലോ, ഒരുപാട് തിന്മകൾ ചെയ്തു കൂട്ടിയവരാണല്ലോ, ക്രൂരന്മാരാണല്ലോ, ഇനി എങ്ങനെയാണ് അവൻ നന്നാവുക എന്നതൊന്നും നമ്മുടെ വിഷയമല്ല. മറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സൗമ്യമായി അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെ റബ്ബിലേക്ക് ക്ഷണിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യതയായിട്ടുള്ളത്. വലിയൊരു ഗുണപാഠമാണിത്, വലിയൊരു ഗുണപാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, ഖാല റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബേ, അള്ളാഹുവേ, ഞങ്ങൾ രണ്ടുപേരും ഭയപ്പെടുകയാണ്, അവൻ നമ്മുടെ മേൽ അതിക്രമിച്ചു കയറുമോ, നമ്മെ ഉപദ്രവിക്കുമോ, നമ്മുടെ കാര്യത്തിൽ അവൻ പരിധി വിട്ട് പ്രവർത്തിക്കുമോ. ഖാല, അള്ളാഹു പറഞ്ഞു, ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല. തീർച്ചയായും നിങ്ങളെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് ദഅവത്തുമായി ചെല്ലുകയാണ്. അദ്ദേഹം അന റബ്ബുകുമുൽ അഅ്ല എന്ന് പറഞ്ഞ ഫിറഔനിനോട് ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. ഇത് കേട്ടപ്പോൾ നിഷേധിയായ ധിക്കാരിയായ ഫിറഔൻ തിരിച്ചു ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെ റബ്ബ് എന്ന് പറയുന്ന നിങ്ങളുടെ റബ്ബ് എന്താണത്, ആരാണത് എന്ന അർത്ഥത്തിൽ അവൻ പരിഹാസ രൂപത്തിൽ, നിഷേധത്തിൻ്റെ രൂപത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി നൽകി, ഖാല റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ഞാൻ ഈ പരിചയപ്പെടുത്തിയ റബ്ബ്, എൻ്റെ റബ്ബ്, അവൻ ആകാശഭൂമികളുടെയും അതിനിടയിലുള്ളതിൻ്റെയും റബ്ബാണവൻ. നിങ്ങൾ ദൃഢവിശ്വാസമുള്ളവരാണെങ്കിൽ നാം മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ദഅവത്ത് ചെയ്യുമ്പോഴുള്ള മര്യാദയെക്കുറിച്ച് തൊട്ടു മുന്നേ സൂചിപ്പിച്ചു. ദഅവത്ത് ചെയ്യേണ്ടത് ആദ്യം ഏത് കാര്യത്തിലാണ് എന്നുകൂടി അള്ളാഹുവിടെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആദ്യം ദഅവത്ത് ചെയ്യേണ്ടത്? തൗഹീദാണ്, അള്ളാഹുവിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ബാക്കി ഏത് നന്മകൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുന്നേയും ആദ്യം പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അള്ളാഹുവിനെ കുറിച്ചാണ് ഒരാൾക്ക് ആദ്യമായി ദഅവത്ത് നൽകേണ്ടത്. ബാക്കി നമ്മൾ നിസ്കാരത്തെക്കുറിച്ചോ സൽക്കർമ്മങ്ങളെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ദഅവത്ത് നൽകിയാൽ, പ്രബോധനം നൽകിയാൽ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരാൾ പരിപൂർണമായി നന്നാവുകയില്ല. ഒരാളെ ആദ്യമായി നന്നാക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുമാണ്. അതൊരാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങും. അമ്പിയാക്കളുടെ പ്രബോധന പാരമ്പര്യം ഇതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്തിമ പ്രവാചകൻ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നതും ഇതേ മാതൃകയാണ്. ആദ്യത്തെ റസൂലായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാവരും നമുക്ക് പഠിപ്പിച്ചു തന്നത് പ്രബോധനം ആരംഭിക്കേണ്ടത് തൗഹീദ് കൊണ്ടാണ്. അതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലുള്ള മറ്റൊരു ഗുണപാഠം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശഭൂമികളുടെ റബ്ബാണ്, അതിനിടയിലുള്ളതിൻ്റെ റബ്ബാണ് ഞാൻ പരിചയപ്പെടുത്തിയ റബ്ബ് എന്ന് പറഞ്ഞപ്പോൾ ഫിറഔൻ അവൻ്റെ കൂടെയുള്ള ചുറ്റുമുള്ള ആളുകളെ നോക്കിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിച്ചു. അലാ തസ്തമിഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ ഇവൻ പറയുന്നത്? എന്താണ് ഇവൻ പറയുന്നത് എന്ന അർത്ഥത്തിൽ അവരോട് ചോദിക്കുകയാണ്, അലാ തസ്തമിഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഖാല റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, ഞാൻ പരിചയപ്പെടുത്തിയ എൻ്റെ റബ്ബ് നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും റബ്ബാണവൻ. അങ്ങനെ ഫിറഔനിന്റെ മുന്നിൽ അള്ളാഹു ആരാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. ഫിറഔനിന് മനസ്സിലായി, കൂടെയുള്ള ആളുകൾ അവരിത് ശ്രദ്ധിച്ചാൽ ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫിറഔൻ സാധാരണ ശത്രുക്കൾ എടുക്കാറുള്ള തന്ത്രം പുറത്തേക്കെടുത്തു. അവൻ പറഞ്ഞു, ഇന്ന റസൂലക്കുമുല്ലദി ഉർസില ഇലൈക്കും ലമജ്നൂൻ, ഇതാ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ റസൂലായി വന്ന ഈ ആൾ മൂസ ഇവൻ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഅഖിലൂൻ, ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ റബ്ബ് അവൻ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും അതിനിടയിലുള്ളതിൻ്റെയും റബ്ബാണ്, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അടുത്ത തന്ത്രം പ്രയോഗിച്ചത്. സൂറത്തു താഹയിൽ അള്ളാഹു പറയുകയാണ്, ഫിറഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, അങ്ങനെയാണെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ പൂർവ്വപിതാക്കളുടെ അവസ്ഥ എന്താണ്? അവർ ഈ പറഞ്ഞ ഞങ്ങൾ പറയുന്ന വിശ്വാസവുമായി മരിച്ചുപോയവരാണ്. നീ പറയുന്നതാണ് ശരിയെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്? അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ? എന്താ ചോദ്യം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കുടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ചോദ്യം ചോദിച്ചത്. മുൻകഴിഞ്ഞ ആളുകളെ കുറിച്ച് നീ പറയും. അവർ സ്വർഗത്തിലാന്ന് പറഞ്ഞാലും കുടുങ്ങും, നരകത്തിലാന്ന് പറഞ്ഞാലും കുടുങ്ങും. സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ ഫിറഔൻ പറയുന്നത് ശരിയാണെന്ന് പറയേണ്ടി വരും. നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അപ്പ കഥ തീരും. എല്ലാവരും കൂടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടിച്ചവിടെ ഒതുക്കും. അദ്ദേഹം പറഞ്ഞു, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്, അവരെ കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ രേഖയിലുണ്ട്. ലാ യദില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് തെറ്റിപ്പോവുകയോ അവൻ മറന്നുപോവുകയോ ചെയ്യുകയില്ല. ഇത് സഹോദരങ്ങളെ, ഈ കാലത്തും തൗഹീദ് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചാൽ പല ആളുകളും ചോദിക്കാറുള്ള ചോദ്യമാണ്, ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. ഫിറഔൻ ചോദിച്ച അതേ ചോദ്യം നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉപ്പൂപ്പമാർ, കാക്ക കാരണവന്മാർ, അവർ നരകത്തിലാണോ? അവർ ഈ പറഞ്ഞ മാലമൗലിദുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ചൊല്ലിപ്പറഞ്ഞിട്ട് മരിച്ചുപോയവരാണ്. വലിയ വലിയ തങ്ങന്മാർ, വലിയ വലിയ ഉസ്താദുമാർ, അവരൊക്കെ നരകത്തിലാണോ എന്ന് ചോദിക്കും. നമുക്ക് പറയാനുള്ള മറുപടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടിയാണ്, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫി കിതാബ്, അവരെക്കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ കിതാബിലുണ്ട്, രേഖയിലുണ്ട്. അള്ളാഹുവിന് തെറ്റിപ്പോവുകയില്ല, അള്ളാഹു മറന്നുപോവുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, പഴയ കാലത്തെ നിഷേധികളായ ആളുകൾ പറഞ്ഞ അതേ വാക്കാണ് ഇന്നും ആളുകൾ പറയുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, തശാബഹത് ഖുലൂബുഹും, തശാബഹത് ഖുലൂബുഹും. അള്ളാഹു പറഞ്ഞു, അവരുടെ ഹൃദയങ്ങൾക്ക് എന്തൊരു സാദൃശ്യമാണ്. പഴയ കാലത്ത് പറഞ്ഞ അതേ വാക്ക് ഈ കാലത്തും ആളുകൾ പറയുകയാണ്, ചോദിക്കുകയാണ്. അത് ഈ രൂപത്തിലുള്ള ആളുകളുടെ പൊതു സ്വഭാവമാണ്. നേരത്തെ നമ്മൾ കേട്ടില്ലേ, മജ്നൂനാണെന്ന് പറഞ്ഞു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. തൗഹീദ് പറയുന്ന,
സുന്നത്ത് പാലിക്കുന്ന ആളുകളെ കുറിച്ച് അവർ പറയും അവന് ഭ്രാന്താണ്, അവൻ മത തീവ്രവാദിയാണ്, എന്തൊരു കടുപ്പമാണ് അവൻ്റെ ജീവിതത്തിന്. അതുപോലെ ഈ പറഞ്ഞതുപോലെ മുൻകഴിഞ്ഞ ആളുകളുടെ അവസ്ഥ എന്താണ്? അവർ സ്വർഗത്തിലാണോ, അവർ നരകത്തിലാണോ? ഇതൊക്കെ എല്ലാ കാലത്തും വിശ്വാസികൾ നേരിട്ട ചോദ്യങ്ങളാണ്. അതിലൊന്നും ഒരു പതർച്ചയും അന്നും ഇന്നും എന്നും ഇലാ യൗമിൽ ഖിയാമ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവുകയില്ല. കാരണം ഈ ദീൻ എന്നത് വ്യക്തവും സ്പഷ്ടവുമാണ്. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചു നിന്നു. അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ ആ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം അടിപതറിയില്ല. ഈ വാദപ്രതിവാദം, അതുപോലെ ഇതുപോലെയുള്ള വാദപ്രതിവാദങ്ങൾ ഒരുപാട് അവിടെ അരങ്ങേറിയിട്ടുണ്ട്. വലിയൊരു മൈതാനത്ത് ഫിറഔനും അവൻ്റെ ആളുകളും സാഹിറന്മാരെ കൊണ്ടുവന്നുകൊണ്ട് മായാവിദ്യകൾ കാണിച്ച് വഞ്ചിക്കാൻ നോക്കിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിറഔൻ വെല്ലുവിളിച്ചു. ഒരു ദുഹയുടെ സമയത്ത് ഒരു വിജനമായ പ്രദേശത്ത് ഒരുമിച്ച് കൂടാൻ അവർ ഒരുമിച്ച് കൂടുകയും അവരുടെ കയ്യിലുള്ള ആ കയറുകൾ, വടികൾ അതൊക്കെ നിലത്തിടുകയും അപ്പോൾ അതൊക്കെ എഴയുന്ന പാമ്പ് പോലെ തോന്നിപ്പിക്കുകയും ചെയ്തു എന്ന് ഖുർആനിൽ കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടി നിലത്തിട്ടപ്പോൾ അത് വലിയൊരു പാമ്പാവുകയും അതിനെല്ലാത്തിനെയും വിഴുങ്ങുകയും ചെയ്തു. ആകെ പരാജിതരായി ഇളിമ്പ്യനായി നിൽക്കുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്ത് കേട്ട് ഈ സത്യം മനസ്സിലാക്കി ഫിറഔനിൻ്റെ കൂട്ടത്തിലുള്ള സാഹിറന്മാരിൽ ചിലർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗഹീദ് പ്രഭാഷണം, അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ സത്യം അത് സ്വീകരിക്കുകയുണ്ടായി. ഞങ്ങളിതാ മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിറഔന്റെ കൺമുന്നിൽ വെച്ച് അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ അവരെ ഉപദ്രവിക്കും, കൊന്നുകളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അവർ അതിന് വഴങ്ങിയില്ല. ഫിറഔൻ പറഞ്ഞു, ലഇൻ ഇത്തഖദ്ത ഇലാഹൻ ഗൈരി ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ, ഞാനല്ലാത്ത മറ്റൊരു ഇലാഹിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ജയിലിൽ, കാരാഗ്രഹത്തിൽ ഞാൻ അടക്കും എന്നവൻ പറഞ്ഞു. കൊന്നുകളയുമെന്ന് പറഞ്ഞു, കൈകാലുകൾ വിച്ഛേദിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിലൊന്നും അവർ കുലുങ്ങിയില്ല എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാം. അങ്ങനെ അതാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്ത് അവർ സ്വീകരിച്ചു. ഫിറഔൻ മൂസാ നബിയുടെ മുന്നിൽ ഇളിഭ്യനായി. ഫിറഔൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ, മൂസാ നബിയുടെ മുന്നിൽ പരാജിതനായി. അങ്ങനെ അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്ഷേപിക്കാൻ അവൻ അടുത്ത ന്യായവുമായി വരികയാണ്. അവൻ പറയുകയാണ്, യാ ഖൗം, എൻ്റെ സമൂഹമേ, അലൈസ ലീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ, ഈ മിസ്റിൻ്റെ അധികാരം അതെൻ്റെ കൈകളിലല്ലേ? ഞാനല്ലേ ഇതിൻ്റെ അധികാരി? ഈ ഒഴുകുന്ന നദി, ഈ കടൽ അതെൻ്റെ കീഴിലല്ലേ, എൻ്റെ നിയന്ത്രണത്തിലല്ലേ ഒഴുകുന്നത്? നിങ്ങൾ കാണുന്നില്ലേ എന്നവൻ ചോദിക്കുകയാണ്. വീണ്ടും അവൻ ചോദിച്ചു, അം അന ഖൈറു മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ, ഞാനാണോ ഉത്തമൻ, അതല്ല നിന്ദ്യനായ, നല്ല രൂപത്തിൽ സംസാരിക്കാൻ സാധിക്കാത്ത ഇവനാണോ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചൂണ്ടി അവൻ പറയുകയാണ്. അങ്ങനെ ഒരുപാട് ന്യായങ്ങളും പ്രതിവാദങ്ങളുമൊക്കെ നിരത്തി നോക്കി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിക്കലാണ്. ആളുകൾ തൗഹീദ് മനസ്സിലാക്കി, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ കൊണ്ടും പൊറുതിമുട്ടിയ ഫിറഔനും ആളുകളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ അവർ തീരുമാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാ അദ്ദേഹത്തിന് വഹീ നൽകുകയാണ്. വഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ,
ഓ മൂസ, എൻ്റെ അടിമകളുമായി അഥവാ താങ്കളിൽ വിശ്വസിച്ച ആളുകളുമായി താങ്കൾ രാത്രി തന്നെ പുറപ്പെട്ടു കൊള്ളുക. മിസ്റിൽ നിന്നും പുറത്തേക്ക് പോകാൻ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ കൽപ്പന നൽകുകയാണ്, വഹീ നൽകുകയാണ്. ഇതറിഞ്ഞപ്പോൾ ഫഅർസല ഫിർഔൻ ഫിൽ മദായിനി ഹാശിരീൻ, ഫിർഔൻ അവൻ്റെ കിങ്കരന്മാരെ ഒരുമിച്ച് കൂട്ടുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുടരാൻ. ഇന്ന ഹഉലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ, അവൻ പറഞ്ഞു, ചെറിയ ഒരു സംഘമാണവർ, അതുകൊണ്ട് അവരെ പിടിച്ചു കെട്ടണം എന്ന് പറഞ്ഞ് അവനും അവൻ്റെ കൂട്ടാളികളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുടരുകയാണ്. അങ്ങനെ അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുടർന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും മുന്നിലുണ്ട്. പിന്നിൽ ഫിറഔനും ആളുകളും. അവരതാ ചെങ്കടലിൻ്റെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ചെങ്കടലിൻ്റെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. മുന്നിൽ വിശാല വിസ്തൃതമായ കടലാണുള്ളത്. ആർത്തിരമ്പുന്ന തിരമാലകളുള്ള കടൽ. പിന്നിലാകട്ടെ നശിപ്പിക്കാൻ, കൊന്നുകളയാൻ വേണ്ടി ഒരുങ്ങി വരുന്ന വലിയ ഒരു സൈന്യവും. അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞു, ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. അങ്ങനെ ആ രണ്ട് സംഘങ്ങളും ഒരുമിച്ച് കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, മൂസ, ഞങ്ങൾ പിടിക്കപ്പെട്ടത് തന്നെ, നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ എന്ന അർത്ഥത്തിൽ അവർ പറയുകയുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യം. തീർച്ചയായും എൻ്റെ റബ്ബ് എൻ്റെ കൂടെ തന്നെയുണ്ട്. അവൻ ഒരു വഴി എനിക്ക് കാണിച്ചു നൽകും. സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യവും നമുക്ക് ഉൾക്കൊള്ളാനുള്ള മഹത്തായ ഒരു ഗുണപാഠമാണ്. എന്താണത്? മുന്നിൽ കടലാണ്, പിന്നിൽ കൊല്ലാൻ വരുന്ന സൈന്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമിൻ്റെ വാക്ക് കേട്ട് പതറിയില്ല. പുറമെ നിന്നൊരാൾ നോക്കിയാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ഒന്നല്ലെങ്കിൽ മുങ്ങി മരിക്കണം, അതല്ലെങ്കിൽ ഇയാളുകൾ കൊല്ലും, മരണം ഉറപ്പാണ് എന്ന അവസ്ഥയിലാണ് കൂടുതൽ ആളുകൾ ചോദിച്ചത്. മൂസ, പിടിക്കപ്പെടുമല്ലോ, ഇനി എന്ത് ചെയ്യും? പ്രതിസന്ധിയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്ക് നോക്കണം, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. തീർച്ചയായും എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, അവനൊരു വഴി കാണിക്കും. ഇത് സഹോദരങ്ങളെ, അചഞ്ചലമായ വിശ്വാസമാണിത്. ഒരിക്കലും പതറാത്ത ഈമാനിൻ്റെ ശക്തിയാണിത്. രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ഭൗതിക അളവുകോൽ കൊണ്ട് നോക്കിയാലും ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് ഇതുപോലെയാണ്. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. തീർച്ചയായും എൻ്റെ റബ്ബ് ഒരു വഴി കാണിച്ചു തരും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അവർക്ക് അള്ളാഹു നമ്മെ പിടിക്കാൻ അവസരം കൊടുക്കുകയില്ല. അള്ളാഹു നമ്മെ സഹായിക്കും. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതിനെക്കുറിച്ച് പറയുകയാണ്, ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹ്റ. അള്ളാഹു അതാ വഹീ ഇറക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അള്ളാഹു വഹീ നൽകുന്നു. അനിദ്രിബ് ബിഅസാകൽ ബഹ്റ, മൂസ, താങ്കളുടെ കയ്യിലുള്ള ആ വടി കൊണ്ട് കടലിലേക്കൊന്ന് അടിക്കുക. നോക്കൂ, ഇതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, അജയ്യമായ അചഞ്ചലമായ ഈമാനിൻ്റെ ദൃഢവിശ്വാസം അതിലുണ്ട്. തവക്കുലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരാളും രക്ഷപ്പെടുത്താനില്ല എന്ന ഉറച്ച വിശ്വാസം അതിലുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഒരു മുഅ്ജിസത്താണ് കയ്യിലുള്ള വടി. അദ്ദേഹത്തിന് അറിയില്ല ഇതടിച്ചാൽ കടൽ പിളരുമെന്നത്. വെറുതെ ഒന്ന് അടിച്ചു നോക്കുക എന്ന് അദ്ദേഹം പറഞ്ഞില്ല. വഹി ലഭിച്ചപ്പോഴാണ് അദ്ദേഹം അടിച്ചത്. മുഅ്ജിസത്ത് ഇങ്ങനെയാണ്. മുഅ്ജിസത്തും കറാമത്തും അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കുന്നുണ്ട്. നബിമാർക്ക് മുഅ്ജിസത്ത് ഉണ്ടാകും, അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകും. അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ കുപ്പായ മാറിലേക്ക് കൈയിടാൻ പറഞ്ഞു.
അപ്പോൾ ഒരു പ്രകാശം, ഒരു വെളിച്ചം, ആ കൈ വെളുത്തതായി പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ ഈ വടി അത്ഭുതകരമായ കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ മുഅ്ജിസത്തുകളാണവ. അത് എപ്പോഴാണ് പ്രയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവരല്ല, അള്ളാഹുവാണ്. നബിമാരിലൂടെ അള്ളാഹു കാണിക്കുന്ന അത്ഭുത സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ നബിമാരല്ലാത്ത ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിശ്വാസികളായ യഥാർത്ഥ മുഅ്മിനീങ്ങളായ ആളുകൾ, അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അത് പ്രത്യേകം ഒരു ഡിഗ്രിയോ ഒരു കാറ്റഗറിയോ അല്ല. നമുക്കെല്ലാവർക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്താം. നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു പറഞ്ഞതുപോലെ അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ഈമാനുള്ളവരും തഖ്വ പാലിക്കുന്നവരുമാണ്. അവരിലൂടെ അള്ളാഹു ചില അത്ഭുതങ്ങൾ കാണിക്കും. ചിലപ്പോൾ അവർ പറഞ്ഞ പോലെ ആയിപ്പോവും, ചിലപ്പോൾ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകും. അതിനാണ് കറാമത്ത് എന്ന് പറയുക. അള്ളാഹു നൽകുന്ന ആദരവാണത്. അത് ഈ പറഞ്ഞ രണ്ടു കാര്യങ്ങളും അവരവർ തീരുമാനിക്കുമ്പോൾ സംഭവിക്കുന്നതല്ല, മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവരിലൂടെ നടപ്പാക്കുന്ന അത്ഭുത സംഭവങ്ങളാണ്. ഇവിടെ സഹോദരങ്ങളെ വലിയ പാഠമുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വടി, അത് അള്ളാഹു വഹി നൽകിയപ്പോഴാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി കൊണ്ടടിച്ചപ്പോൾ ആ ആഴക്കടലത പിളരുകയാണ്. വലിയ രണ്ട് പർവ്വതങ്ങൾ കണക്കെ അത് മാറി നിൽക്കുകയാണ്. അതിനിടയിലൂടെ അള്ളാഹു വഴിയൊരുക്കി. അതാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെയുള്ളവരും അതിലൂടെ അക്കരയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഫഅസ്ലഫ്ന സമ്മൽ ആഖരീൻ. ആ സമയത്ത് ഫിറഔനും കൂട്ടരും, അള്ളാഹു പറയുകയാണ്, അവരെയും നാം അതിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. വഅൻജയ്നാ മൂസ വമൻ മഅഹു അജ്മഈൻ. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും മുഴുവൻ പരിപൂർണമായി കരയിലെത്തി രക്ഷപ്പെട്ടപ്പോൾ സുമ്മ അഗ്റഖ്നൽ ആഖരീൻ, പിന്നിൽ വന്ന ഫിറഔനിനെയും കൂട്ടരെയും നാം മുക്കിക്കൊല്ലുകയുണ്ടായി. ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. തീർച്ചയായും നിന്റെ റബ്ബ് അൽ അസീസാണ്, അവൻ പ്രതാപിയാണ്, അർ റഹീം കരുണയുള്ളവനാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു ശക്തമായ നടപടിക്രമം സ്വീകരിച്ചു, അവരെ മുക്കി കൊന്നുകളഞ്ഞു. അള്ളാഹുവിനെ അനുസരിച്ച അവൻ്റെ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തി. അത് അവരോടുള്ള കാരുണ്യമാണ്. അള്ളാഹു അവൻ്റെ രണ്ട് നാമമാണ് ഇവിടെ പറഞ്ഞത്, അൽ അസീസ്, അർ റഹീം. സഹോദരങ്ങളെ, അങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുന്നത്. ഫിറഔൻ ആ ആഴക്കടലിൽ അവൻ്റെ കൂട്ടാളികളോടൊപ്പം മുങ്ങിച്ചാവുന്നത്. നോക്കൂ, ഈ ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അത്ഭുത സംഭവം അത് നിശ്ചയിച്ചത് മുഹറം മാസത്തിൻ്റെ 10-ാമത്തെ ദിവസത്തിലായിരുന്നു, ഒരു ആശൂറയുടെ ദിവസത്തിലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതാണ് ഹദീസിൽ വന്നത്. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തത്. അതിനെ പിൻപറ്റിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും നമ്മോട്, ഉമ്മത്തിനോട് അത് കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതാണ് സഹോദരങ്ങളെ ആശൂറയുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി ഈ ദിവസത്തിൽ സംഭവിച്ച മഹത്തായ അത്ഭുത സംഭവം. ചുരുക്കി പറഞ്ഞതാണ്, വിശാലമായ സുദീർഘമായ ചരിത്രമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളിലൂടെ പറഞ്ഞ ഒരു ചരിത്രമാണ്, ആവർത്തിച്ചു പറഞ്ഞ ചരിത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഫിറഔനിൻ്റെയും ചരിത്രം.
സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാം, സൂറത്തു ഷുഅറായിൽ നമുക്ക് കാണാം, സൂറത്തുൽ ഖസസിൽ കാണാം, സൂറത്തു ത്വാഹയിലുടനീളം നമുക്ക് കാണാം. ഒരുപാട് സൂറത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞ മഹത്തായ ചരിത്രം അത് ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. ഇത് മുഹറം 10 സംഭവിച്ച അത്ഭുത സംഭവമാണ്, മഹത്തായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. കാരണം വലിയൊരു താഗൂത്തിനെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു, ക്രൂരനായ ഒരു ഭരണാധികാരിയെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. വിശ്വാസികളായ ആളുകളെ, അള്ളാഹുവിൻ്റെ റസൂലിനെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. രണ്ടാമതൊരു സംഭവം സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഇതുപോലെ ഒരു മുഹറം 10 ഹിജ്റ 61 സംഭവിച്ച സംഭവമാണ് മഹാനായ അൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ കൊലപാതകം. കർബല എന്ന സ്ഥലത്തു വെച്ച് അദ്ദേഹം ക്രൂരമായി കൊല്ലപ്പെട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഹിജ്റ 61 എന്ന് പറയുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, അദ്ദേഹത്തിൻ്റെ മകൻ യസീദായിരുന്നു അന്നത്തെ ഭരണാധികാരി. യസീദിൻ്റെ ഭരണം, യസീദ് ഖലീഫയായി സ്ഥാനമേറ്റപ്പോൾ സഹാബികളിൽ ചിലർ, അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള സഹാബിമാർ യസീദിൻ്റെ ഖിലാഫത്ത് അംഗീകരിച്ചില്ല. യസീദിന് അവർ ബൈഅത്ത് നൽകിയില്ല. കാരണം യസീദിനെ സംബന്ധിച്ചിടത്തോളം യസീദ് ഭരണാധികാരിയാവാൻ യോഗ്യനല്ല എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെ യസീദ് ഭരണാധികാരിയായപ്പോൾ യസീദിന് ബൈഅത്ത് നൽകാതെ ഈ രണ്ടുപേരും കഴിഞ്ഞുകൂടി. അവരോട് ബൈഅത്ത് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് യസീദ് ആളുകളെ അയക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാം. എന്നാൽ മദീനയിൽ ഉണ്ടായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിലേക്ക് അവിടെ നിന്ന് തിരിക്കുകയുണ്ടായി, യസീദിന് ബൈഅത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം മക്കയിലെത്തി. ഈ സമയത്ത് യസീദിൻ്റെ ഭരണം അംഗീകരിക്കാത്ത ഇറാഖിലുള്ള കൂഫക്കാർ, അവർ അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ധാരാളം കത്തുകൾ അയച്ചിരുന്നു. ഞങ്ങൾക്ക് മുആവിയുടെ മകനായ യസീദിന് ആവശ്യമില്ല, യസീദിൻ്റെ മേൽ ഞങ്ങളുടെ ബൈഅത്തില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു, താങ്കൾ കൂഫയിലേക്ക് വരണം, ഞങ്ങൾ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തിന് അവർ ധാരാളം കത്തുകൾ അയച്ചു എന്നാണ്. 12,000-ഓളം കത്തുകൾ, 2 ചാക്കുകൾ നിറയെ കത്തുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ അതാ അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി പിതൃവ്യപുത്രനായ മുസ്ലിം ഇബ്നു അഖീൽ ഇബ്നു അബി താലിബ്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായ അഖീലിൻ്റെ മകൻ മുസ്ലിമിനെ കൂഫയിലേക്ക് അയക്കുകയാണ്. കൂഫയിൽ ചെന്ന് എന്താണ് അവർ പറയുന്ന യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ അദ്ദേഹം അയക്കുകയാണ്. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം കൂഫയിലെത്തി. കൂഫയിലെത്തിയ സന്ദർഭത്തിൽ എന്താണോ കത്തിലുള്ളത് അതാണ് അവിടെ അദ്ദേഹം കണ്ടത്. അവർ പറഞ്ഞു, യസീദിനെ നമുക്ക് ആവശ്യമില്ല, മറിച്ച് അൽ ഹുസൈൻ ഇബ്നു അലി അദ്ദേഹം വരണം, അദ്ദേഹമാണ് നമ്മുടെ ഖലീഫ, നമ്മൾ അദ്ദേഹത്തിന് ബൈഅത്ത് നൽകാം.
അന്ന് ആ സമയത്ത് യസീദിൻ്റെ ഗവർണറായി കൂഫയിൽ മഹാനായ സഹാബി നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു അമീറായിട്ട്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞു, പക്ഷെ അദ്ദേഹം യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഈ സന്ദർഭത്തിൽ മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ആളുകൾ വന്നു. എന്നിട്ട് അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുള്ള ബൈഅത്ത് നൽകുകയുണ്ടായി. ഞങ്ങളിതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകുകയാണ്, താങ്കൾക്ക് ഞങ്ങളിതാ ഉറപ്പ് നൽകുന്നു എന്നു പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അരികിൽ ആളുകൾ വരികയുണ്ടായി. ഈ സന്ദർഭത്തിൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനെ കൂഫയുടെ ഗവർണർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തുകൊണ്ട് അവിടെ യസീദ് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന ഒരു അമീറിനെ പറഞ്ഞയക്കുകയുണ്ടായി. അയാൾ ഇറാഖിലെ തന്നെ ബസറയിലെ അമീറാണ്. കൂഫയുടെയും ബസറയുടെയും ഭരണം ഒരുമിച്ച് അയാൾക്ക് നൽകുകയുണ്ടായി. അങ്ങനെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് അയാൾ കൂഫയിലെത്തി. എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. മുസ്ലിം ഇബ്നു അഖീൽ എന്ന ഒരാൾ വന്നത് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തടയാനും അദ്ദേഹത്തിനുള്ള ബൈഅത്ത് ഇല്ലാതെയാക്കാനുമാണ് യസീദ് ഉബൈദുല്ലാനെ പറഞ്ഞയച്ചത്. അങ്ങനെ അദ്ദേഹം വന്നു. മുസ്ലിം ഇബ്നു അഖീലിനെ കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇതാണ് അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന്. അങ്ങനെ അദ്ദേഹമല്ല എന്ന് മനസ്സിലായി. പക്ഷേ ഇയാൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന അമീർ, കൂഫയുടെ അമീർ, അയാളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനെ അവിടെ നിർത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ചാരനായ ആളെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഒരാളവിടെയുണ്ട്. ആളുകൾ ആ സമയത്ത് കടന്നു വരികയാണ് ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക്. 3000-ഓളം ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ അദ്ദേഹത്തിന് ബൈഅത്ത് നൽകുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുള്ള ബൈഅത്ത് എന്ന നിലക്ക് അദ്ദേഹത്തിന് ബൈഅത്ത് നൽകുകയാണ്. അങ്ങനെ അദ്ദേഹം പൊതുവെയുള്ള വിവരങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. താങ്കൾക്ക് കിട്ടിയ കത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കാര്യങ്ങളൊക്കെ കൃത്യമാണ്, ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യപ്പെടുന്നു, അതുകൊണ്ട് വേഗം പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിൽ നിന്ന് ദുൽഹിജ്ജ മാസത്തിലെ 8-ാമത്തെ ദിവസം, അഥവാ യൗമുത് തർവിയ, ഹാജിമാർ ഹജ്ജ് കർമ്മം ആരംഭിക്കുന്ന ദിവസമാണത്. ആ ദിവസത്തിലാണ് അദ്ദേഹം പുറപ്പെടാൻ തീരുമാനിച്ചത്. അങ്ങനെ അദ്ദേഹം മക്കയിൽ അന്നുണ്ടായിരുന്ന സഹാബികളോട് കൂടിയാലോചിച്ചിട്ടുണ്ട് കൂഫയിലേക്ക്, ഇറാഖിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട്. അന്ന് അവിടെ ജീവിച്ചിരുന്ന ഒരുപാട് സഹാബികൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അതുപോലെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തുടങ്ങി മഹാന്മാരായ ഒരുപാട് സഹാബികൾ അദ്ദേഹത്തെ വിലക്കിയിട്ടുണ്ട്, പോകരുതെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ്, അബ്ദുല്ലാഹിബ്നു സുബൈർ തുടങ്ങിയ ഒരുപാട് ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ പോകരുത്, കാരണം കൂഫക്കാരുടെ അരിയിൽ നിന്നും താങ്കളുടെ പിതാവായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനും സഹോദരൻ അൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനും കിട്ടിയത് ക്രൂരമായ ദുരനുഭവമാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് കൂഫയിലെ ഈ പറഞ്ഞ ആളുകളാണ്. അങ്ങനെ പിതാവിനും സഹോദരനും ഉണ്ടായ ദുരനുഭവം താങ്കൾക്കും ഉണ്ടാകും എന്ന് താങ്കൾ മനസ്സിലാക്കണം, അതുകൊണ്ട് താങ്കൾ പോവരുത് എന്നവർ ഒരുപാട് പറഞ്ഞു നോക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ജനങ്ങൾ മോശമായി പറയുകയില്ല എങ്കിൽ ഞാൻ എൻ്റെ കൈകൊണ്ട്
തലക്ക് പിടിച്ച് അവിടെ ഇരുത്തുമായിരുന്നു എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും പോകരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ചോദിച്ചു, എവിടേക്കാണ്? ഇറാഖിലേക്കാണ്. അദ്ദേഹം കത്തുകൾ കാണിച്ചു കൊടുത്തു, ഇതാ ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ലാ തഅ്തിഹിം, താങ്കൾ അവരിലേക്ക് പോകരുത്, പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അനുസരിച്ചില്ല. അദ്ദേഹം അവസാനം സങ്കടത്തോടു കൂടി അദ്ദേഹത്തെ യാത്രയച്ചു. അസ്തൗദിഉകല്ലാഹ മിൻ ഖതീൽ, താങ്കളുടെ കൊലപാതകിയിൽ നിന്നും താങ്കളുടെ സംരക്ഷണം അള്ളാഹുവിലേക്ക് ഞാനിതാ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. കൊല്ലപ്പെടുമെന്ന് സഹാബികൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതായിരുന്നു ചരിത്രത്തിൽ സംഭവിച്ചത്. ഒരു പുതിയൊരു കാര്യമല്ല. കൂഫയിൽ, ഇറാഖിൽ ഉണ്ടായിരുന്ന സഹാബികൾക്കെല്ലാം എക്കാലത്തും തലവേദനയായിരുന്നു ആ നാട്ടുകാർ. അവരുടെ ചരിത്രം അതാണ്. വഞ്ചനയും അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം ഒരുമിച്ചു കൂടിയ ഒരു ഖൗമായിരുന്നു കൂഫക്കാർ. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന് ചെവി കൊണ്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, തദ്ഹബു ഇലാ ഖൗമിൻ ഖതലു അബാക വതഅനു അഖാക, താങ്കളുടെ പിതാവിനെ കൊന്ന, താങ്കളുടെ സഹോദരനെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലിന് വെട്ടിയ ആളുകളുടെ അരികിലേക്കാണോ താങ്കൾ പോകുന്നത്? ഇതൊന്നും അദ്ദേഹം കേട്ടില്ല. ഒന്നും അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം യാത്ര പുറപ്പെട്ടു. സ്വഹാബികളിൽ ചിലർ പറഞ്ഞു, ഈ വർഷം ഹജ്ജ് ചെയ്യുക താങ്കൾ, കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് പോയാൽ പോരെ, ഹജ്ജ് നടക്കാൻ. ഒന്നും അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടു പോകുന്ന വഴിയിൽ പ്രസിദ്ധനായ ഒരു കവിയെ അദ്ദേഹം കണ്ടുമുട്ടി. ഫറസ്ദഖ് എന്ന് പറഞ്ഞ ആ കാലത്തെ വലിയ കവിയായിരുന്നു. അയാളെ കണ്ടുമുട്ടി. ഫറസ്ദഖിനോട് അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, മിൻ ഐന, എവിടുന്നാണ് വരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫറസ്ദഖ് പറഞ്ഞു, മിനൽ ഇറാഖ്, ഇറാഖ് എന്നാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, കൈഫ ഹാലു അഹ്ലിൽ ഇറാഖ്, എന്താണ് ഇറാഖുകാരുടെ അവസ്ഥ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുലൂബുഹും മഅക. ഫറസ്ദഖ് പറഞ്ഞ വാക്ക് പ്രസിദ്ധമാണ്. പിന്നീട് ഈ വാക്ക് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഖുലൂബുഹും മഅക, ഇറാഖുകാരുടെ ഹൃദയങ്ങൾ താങ്കളോടൊപ്പമാണ്. വസുയൂഫുഹും മഅ ബനി ഉമയ്യ, എന്നാൽ അവരുടെ വാളുകൾ ബനു ഉമയ്യക്കാരുടെ കൂട്ടത്തിലുമാണ്, അവരോടൊപ്പമാണ്, അഥവാ താങ്കൾക്കെതിരാണ് എന്ന് പറഞ്ഞു. അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. ഇത് കേട്ടിട്ട് അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. ഇയാൾ ഫറസ്ദഖ് പറഞ്ഞു എന്നാണ്. അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവിൽ അഭയം. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു ഖാദിസിയയിലെത്തി. ഇറാഖിലെ ഒരു പ്രദേശമാണ് അൽ ഖാദിസിയ, പ്രസിദ്ധമായ സ്ഥലമാണ്. അൽ ഖാദിസിയയിൽ എത്തുന്ന സന്ദർഭത്തിൽ കൂഫയിൽ വളരെ ദുഃഖകരമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന ഗവർണർ, അമീർ, അയാൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അയച്ച മുസ്ലിം ഇബ്നു അഖീൽ എന്ന പിതൃവ്യപുത്രനെ കൊന്നുകളഞ്ഞു. മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വന്നതാണ് എന്ന് മനസ്സിലാക്കി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇവിടേക്ക് കൊണ്ടുവരാനും എന്നിട്ട് ബൈഅത്ത് വാങ്ങാനും അങ്ങനെ അദ്ദേഹം ഇവിടുത്തെ ഖലീഫയായി മാറാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അഥവാ അതിന് കാരണമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തോട് മുസ്ലിം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ അദ്ദേഹത്തെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് കൊന്നുകളഞ്ഞു. അതിൻ്റെ പകരം വീട്ടാനാണ് മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ കൊട്ടാരം വളഞ്ഞത്. കൊട്ടാരം വളഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ
കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞു. പൊടുന്നനെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഉബൈദുല്ലാഹിബ്നു സിയാദിനോടൊപ്പം ചേർന്നു. ഇദ്ദേഹം തനിച്ചായി. ഏതാണ്ട് കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും, ഒരാൾ പോലും ബാക്കിയില്ലാതെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും മാറി ഉബൈദുല്ലാഹിബ്നു സിയാദിൻ്റെ കൂട്ടത്തിലേക്ക് ചേർന്നു. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇബ്നു അഖീൽ റഹിമഹുല്ലാ അദ്ദേഹം തനിച്ചായി. തനിച്ച വഞ്ചനയാണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹത്തെ കൂടെയുള്ള ആളുകൾ തന്നെ വഞ്ചിച്ചു കളഞ്ഞു. ഈ വഞ്ചന മനസ്സിലാക്കിയതിനിടയിൽ അദ്ദേഹം അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് എഴുത്തെഴുതിയിട്ടുണ്ട്. ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല, കൈവിട്ടു പോയിട്ടുണ്ട്, താങ്കൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാദിസിയയിൽ എത്തി നിൽക്കുകയാണ്. അതിനിടയിൽ മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന വിവരം ഈ പറഞ്ഞ ദൂതൻ വന്ന് അറിയിക്കുകയാണ്. കാര്യങ്ങളൊക്കെ തല കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഖാദിസിയയിൽ എത്തിയപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അദ്ദേഹം തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പക്ഷേ മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു, ഇല്ല, തിരിച്ചു പോവുകയില്ല, പകരം വീട്ടണം. പിതാവിനെ കൊന്നവരെ വെറുതെ വിടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുന്നോട്ട് ഗമിച്ചപ്പോൾ അതാ ഉബൈദുല്ലാഹിബ്നു സിയാദ് 1000 ആളുകൾ അടങ്ങുന്ന ഒരു സൈന്യത്തെ ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് തിരിച്ചു പോകാൻ കൽപ്പിച്ചു. പക്ഷെ അദ്ദേഹം ഇല്ല, കൂഫയിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. നമുക്ക് കൂഫയിലേക്കാണ് പോകാൻ, അവിടത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ സൈന്യം, ഈ പറഞ്ഞ ആളുകൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർ മുന്നോട്ട് പോയി കർബല എന്ന സ്ഥലത്തെത്തി. കൂഫ എത്തുന്നതിന് മുന്നേ കർബല എന്ന സ്ഥലത്തെത്തി നിൽക്കുകയാണ്. ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു ആശങ്ക തോന്നി. അദ്ദേഹം ചോദിച്ചു, ഏതാണ് ഈ സ്ഥലം? അവർ പറഞ്ഞു, കർബല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, കർബുൻ വബലാഉൻ, ദുഃഖവും പരീക്ഷണവും. അദ്ദേഹത്തിനാകെ അസ്വസ്ഥതയുണ്ടായി. എന്നാൽ സഹോദരങ്ങളെ, അദ്ദേഹത്തോടൊപ്പം കുറച്ചാളുകൾ, കുടുംബക്കാർ, അതുപോലെ പിതൃവ്യ പുത്രന്മാർ, സഹോദരങ്ങൾ, കുറച്ചാളുകളെ ഉണ്ടായിരുന്നു. എന്നാൽ എതിർ കക്ഷികൾ ഉബൈദുല്ലാഹിബ്നു സിയാദ് പിന്നെയും ആളുകൾ അയച്ചു. അങ്ങനെ 5000-ഓളം വരുന്ന ആളുകളാണ് പിന്നീട് ഈ കൊച്ചു സംഘത്തിനെതിരായി യുദ്ധം എന്ന നിലക്ക് എത്തി നിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് 3 കാര്യങ്ങൾ, 3 നിബന്ധനകൾ എനിക്ക് വെക്കാനുണ്ട്. 3 നിബന്ധനകൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ നിബന്ധന, അദ്ദേഹത്തെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം. രണ്ടാമത്തെ നിബന്ധന എന്നത്, യസീദിൻ്റെ പട്ടാളക്കാർ, സൈന്യം ഉള്ള സ്ഥലത്തേക്ക് എന്നെ തിരിച്ചയക്കണം, ഞാൻ അവരോടൊപ്പം കൂടാം. മൂന്നാമത്തെ ഒരു നിബന്ധന, യസീദിൻ്റെ അരികിലേക്ക്, ഷാമിലേക്ക് എന്നെ പറഞ്ഞയക്കണം. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അംഗീകരിക്കണം എന്ന് അവരോട് പറഞ്ഞു. കാരണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്, എന്നോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരുന്നത്? എന്നെ കൊല്ലാനാണോ നിങ്ങൾ നോക്കുന്നത്? എന്നൊക്കെ അവരോട് അദ്ദേഹം പറഞ്ഞു. അതിനിടയിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഉബൈദുല്ലാഹിബ്നു സിയാദിൻ്റെ അരികിലേക്ക് കൊണ്ടെത്തിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാൽ ഹുസൈൻ ഇബ്നു അലി അദ്ദേഹം തീരുമാനിക്കട്ടെ, അദ്ദേഹം തീരുമാനിച്ചതുപോലെ നടക്കട്ടെ എന്ന് അയാൾ പറഞ്ഞു. തിരിച്ചു പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യകാലത്ത് എഴുതിയ ചരിത്രങ്ങൾ മുഴുവനും ഷിയഈ സ്വാധീനമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ യസീദാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഉബൈദുല്ലാഹിബ്നു സിയാദിനെ വിട്ട് കൊല ചെയ്തത് എന്ന് പല ആളുകളും പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ്?
അതിലൂടെ സുന്നി സമൂഹത്തെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് യസീദിൻ്റെ സൈന്യങ്ങളുടെ കരങ്ങളിലൂടെയാണോ? അല്ല. മറിച്ച് ഇതാ ചരിത്രത്തിൽ കാണാം, ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് സമ്മതിച്ചു എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലുണ്ടായിരുന്ന ഒരുവൻ ശംറു ഇബ്നു ദിൽ ജൗഷൻ എന്നാണ് അയാളുടെ പേര്. ശംറു ഇബ്നു ദിൽ ജൗഷൻ എന്ന് പറയുന്ന ഒരുവൻ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനോട് പറഞ്ഞു, അല്ല, നിങ്ങളല്ലേ അമീർ, നിങ്ങൾ പറയുന്നതല്ല അയാൾ കേൾക്കേണ്ടത്? അല്ല, അയാൾ പറഞ്ഞു നിങ്ങളാണോ കേൾക്കേണ്ടത് എന്ന് ചോദിച്ചു. തിരിപ്പ് നടത്തി. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറഞ്ഞു, ശരിയാണ്, ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇയാൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ഉത്തരവിട്ടു, എന്നാൽ നിങ്ങൾ പോയി തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് കീഴടക്കാൻ പറഞ്ഞു. അവർ കീഴടക്കാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കി കൊണ്ടുവരാൻ കൽപ്പിച്ചുകൊണ്ട് കൂഫയിൽ നിന്ന് 5000-ഓളം വരുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോയത്. അദ്ദേഹം ഈ ആളുകളെ കണ്ടപ്പോൾ പറഞ്ഞു, എന്നോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരുന്നത്? ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് ഞാനും എൻ്റെ സഹോദരനും. അങ്ങനെ അവരുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞു കൊടുത്തു. ഈ ലോകത്ത് ഭൂമുഖത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരാളാണ് ഞാൻ, നബിയുടെ പേരക്കുട്ടിയാണ്. എന്നോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരുന്നത്? എന്നെയാണോ നിങ്ങൾക്ക് കൊല്ലേണ്ടത്? നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനിടയിൽ അൽ ഹുർറു ഇബ്നു യസീദ് എന്ന് പറയുന്ന ഒരാൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ സൈന്യങ്ങളിൽ അതിൻ്റെ തലവനായിരുന്നു. അയാളും 30ഓളം വരുന്ന ആളും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ചേർന്നു ഇത് കേട്ടപ്പോൾ. പക്ഷേ ബാക്കിയുള്ളത് വലിയ ഒരു സന്നാഹമാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും തടിച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ യുദ്ധം ആരംഭിച്ചു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുള്ള ആളുകളെ മുഴുവനും ഇവർ കൊന്നുകളഞ്ഞു. ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞു. അതിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. 18ഓളം വരുന്ന ആളുകൾ അന്ന് കർബലയിൽ വെച്ച് മരിച്ചിട്ടുണ്ട്. 17ഓളം വരുന്ന ആളുകളും ഹുസൈൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും മകൻ അലി ഇബ്നുൽ ഹുസൈൻ സൈനുൽ ആബിദീൻ എന്ന് പേരുള്ള വ്യക്തി, അദ്ദേഹവും മാത്രം ബാക്കിയായി. ബാക്കി എല്ലാവരും ഒരുപാട് ആളുകൾ മരിച്ചു, കൊന്നുകളഞ്ഞു. അങ്ങനെ ഒരു പകലങ്ങനെ നീണ്ടുപോയി. ഇതിനിടയിൽ നേരത്തെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ തിരിപ്പിച്ചവൻ ശംറു ഇബ്നു ദിൽ ജൗഷൻ, അവൻ ചാടി വീണിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്? ആരാണ് കാത്തു നിൽക്കുന്നത്? എന്തേ ഹുസൈനെ കൊല്ലാത്തത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു, അദ്ദേഹത്തിനെ വെട്ടി. ആ സമയത്ത് സിനാൻ ഇബ്നു അനസ് നഖൈ എന്ന് പറയുന്ന മറ്റൊരുവനുണ്ട്. അവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല അറുത്തുമാറ്റി. എന്നിട്ട് അതുമായി ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ അരികിലേക്ക് പോയി എന്ന് ചരിത്രത്തിൽ കാണാം. സഹോദരങ്ങളെ, ഇതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കർബലയിൽ വെച്ച് കൊന്ന ചരിത്രത്തിൻ്റെ ചുരുക്കം. ഇവിടെ നിങ്ങൾ നോക്കൂ, പല ആളുകളും ഈ ചരിത്രം വളച്ചൊടിച്ചിട്ടാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുള്ളത്. ചില ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പുറപ്പാടിനെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. അദ്ദേഹം ധീരനായ പടയാളിയാണ്, പോരാളിയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പുറപ്പെട്ടത് സാമ്രാജ്യത്തിനെതിരായിട്ടാണോ? ഒരിക്കലുമല്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയതാണ് കൂഫയിലെ ഈ വൃത്തികെട്ട ഷിയാക്കൾ. അദ്ദേഹത്തെ കൊന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരാണ്. ചരിത്രത്തിൽ നമുക്ക് അത്ഭുതകരമായ സംഭവം കാണാം. ഇവിടെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന അമീറും അതുപോലെ തന്നെ ശംറു ഇബ്നു ദിൽ ജൗഷൻ എന്ന് പറഞ്ഞ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളും സിനാൻ ഇബ്നു അനസ് അൻ-നഖൈ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തല അറുത്തുമാറ്റിയവനും 3 പേരും സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്
അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന ഷിയാക്കളാണ്. ചരിത്രത്തിൽ ചരിത്രകാരന്മാർ ഒരുപാട് ആളുകൾ ഷിയഴികൾ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരങ്ങൾ പലരും ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അന്ന് സഹോദരങ്ങളെ മരണപ്പെട്ട ആളുകൾ ഒന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റു മക്കൾ ജഅഫർ, അബ്ബാസ്, അബൂബക്കർ, മുഹമ്മദ്, ഉസ്മാൻ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളായ അബ്ദുള്ള, അതുപോലെ അലി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളായ അബ്ദുള്ള, അൽ ഖാസിം, അബൂബക്കർ കൊല്ലപ്പെട്ടു. അഖീൽ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ് അഖീൽ. അദ്ദേഹത്തിൻ്റെ മക്കൾ ജഅഫർ, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ മുസ്ലിം, നേരത്തെ ആദ്യം അദ്ദേഹം പറഞ്ഞയച്ച വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ള. ഇങ്ങനെ മൊത്തത്തിൽ 18ഓളം വരുന്ന അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളെയാണ് ഷിയാക്കൾ അന്ന് കൊന്നുകളഞ്ഞത്. എന്നാൽ ചരിത്രത്തിൽ ഈ ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുകയും ചരിത്രത്തെ വളച്ചൊടിക്കുകയും യസീദിൻ്റെ തലയിൽ അത് വെച്ചുകെട്ടുകയും ചെയ്യുകയാണ് ഷിയാക്കളുടെ പൊതു സ്വഭാവം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സംഭവിച്ചത് ഹിജ്റ 61 ഒരു മുഹറം 10 അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ, ദുഃഖകരമായ ഒരു സംഭവമാണിത്. വളരെ വേദനയോടുകൂടിയാണ് ഈ ചരിത്രം നമുക്ക് ഓർക്കാൻ സാധിക്കുക. അതേസമയം ഷിയാക്കൾ ഈ ദിവസം നെഞ്ചത്തടിച്ചും ആർത്തു വിളിച്ചും അട്ടഹസിച്ചും ശരീരം വേദനിപ്പിച്ചിട്ടുമൊക്കെ പല രൂപത്തിലുള്ള ദുഃഖാചരണങ്ങൾ നടത്തുന്നതായി കാണാം. അതവരുടെ കുറ്റബോധത്തിൻ്റെ കാരണത്താലാണ്. അവരിൽപ്പെട്ട ചില ആളുകൾ പിന്നീട് പശ്ചാത്താപിച്ച ആളുകൾ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ കൊന്നുകളഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ കാരണക്കാരായ 3 പേരിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകികളിൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരിൽ പെട്ട 3-ൽ ഒരാൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന അമീർ, അയാളെ പിന്നീട് അയാളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ കൊന്നുകളഞ്ഞു എന്ന് കാണാം, കുറ്റബോധം കൊണ്ട്. ആ കുറ്റബോധത്തിൻ്റെ ഭാഗമാണ് ഇന്നവർ ഈ ആർത്തു വിളിക്കുന്നത്, അവർ അട്ടഹസിക്കുന്നത് മുഹറം 10 അന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അവർ യഥാർത്ഥത്തിൽ അവരുടെ കൈകളിൽ പുരണ്ടിട്ടുള്ള രക്തമെന്നത് പവിത്രമായ രക്തമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളിൽപ്പെട്ട അലി റളിയല്ലാഹുവിൻ്റെ മക്കളിൽ പലരും പറഞ്ഞതായി കാണാം, നിങ്ങളുടെ കരച്ചിൽ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ, നിങ്ങൾ ചിഹ്ന ഭിന്നമാക്കി അള്ളാഹു നിങ്ങളെ മാറ്റി തീർക്കുമാറാകട്ടെ എന്നൊക്കെ അവർക്കെതിരിൽ പ്രാർത്ഥിച്ചതായി കാണാം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇതാണ് ഷിയഈ വഞ്ചനയുടെ ചരിത്രത്തിൻ്റെ ചുരുക്കം. കർബല എന്നത് യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്നതാണ്, വിളിച്ചു വരുത്തി കൊല ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവിനെയും സഹോദരനെയും കൊന്നുകളഞ്ഞതുപോലെ. ഇതാണ് ചരിത്രത്തിൽ മുഹറം 10 ബന്ധപ്പെട്ട് നടന്ന 2 സംഭവങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ നന്നായി പഠിക്കാനും യഥാർത്ഥ ആദർശത്തിൽ ഉറച്ചു നിൽക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾ, പ്രയാസമനുഭവിക്കുന്ന ആളുകൾ, അള്ളാഹു അവർക്ക് ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.